നമസ്കാരം. നമ്മുടെയെല്ലാം ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് മിൽമ. ഓരോ മലയാളിയുടെയും ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും മിൽമയുടെ ഉൽപ്പന്നങ്ങളിലൂടെയാണ്. കേരളം കണി കണ്ടുണരുന്ന നന്മ. ആ പരസ്യവാചകം കേവലം ഒരു വാക്കല്ല, അത് നമ്മുടെയെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. മിൽമ വെറും ഒരു പാക്കറ്റ് പാലല്ല, മറിച്ച് നമ്മുടെ നാടിന്റെ നന്മയാണ്, സഹകരണത്തിന്റെ ശക്തിയാണ്, ലക്ഷക്കണക്കിന് ക്ഷീര കർഷകരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ മിൽമ എന്ന പ്രസ്ഥാനത്തിന്റെ വിജയഗാഥയെക്കുറിച്ചും അത് കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും ഒപ്പം സമീപകാലത്ത് മിൽമ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചും നിയമപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും കൂടിയാണ്. മിൽമയുടെ കഥ തുടങ്ങുന്നത് കേരളത്തിലെ ക്ഷീരമേഖല ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട കാലത്താണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുണനിലവാരം കുറഞ്ഞ പാൽ കേരളത്തിലേക്ക് ഒഴുകിയെത്തി. നമ്മുടെ ക്ഷീര കർഷകരുടെ വരുമാനം കുറഞ്ഞു. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന ദേശീയ പദ്ധതിയുടെ ഭാഗമായി മിൽമ രൂപം കൊണ്ടത്. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദകരാക്കി മാറ്റിയ ധവള വിപ്ലവത്തിന്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന മഹാനായ വ്യക്തിയാണ് ഈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് ഗുജറാത്തിലെ ആനന്ദ് മോഡൽ സഹകരണ പ്രസ്ഥാനം കേരളത്തിലും യാഥാർത്ഥ്യമാക്കിയത്. അങ്ങനെ 1980 കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ KCMMF എന്ന പേരിൽ മിൽമ രൂപം കൊണ്ടു. മിൽമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ 3 ടയർഡ് സ്ട്രക്ചറാണ്. ഗ്രാമതലത്തിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങൾ, അതിന് മുകളിൽ മേഖലാ യൂണിയനുകൾ, ഏറ്റവും മുകളിൽ സംസ്ഥാനതല ഫെഡറേഷൻ. ഇതാണ് മിൽമയുടെ വിജയരഹസ്യം. ഈ 3 തട്ടുകളിലും കർഷകരുടെ പ്രതിനിധികളാണ് ഭരിക്കുന്നത്. അതുകൊണ്ടാണ് മിൽമ ഫോർ ദി ഫാർമേഴ്സ് ബൈ ദി ഫാർമേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ സംവിധാനം ഓരോ കർഷകനും അവന്റെ ഉൽപ്പന്നത്തിന്റെ വിപണനത്തിലും സ്ഥാപനത്തിന്റെ നയപരമായ തീരുമാനങ്ങളിലും പങ്കാളിയാകാൻ അവസരം നൽകുന്നു. ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിൽ ഈ പ്രസ്ഥാനം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. 1983 വെറും 45,000 അംഗങ്ങൾ ഉണ്ടായിരുന്ന ക്ഷീര കർഷകരുടെ എണ്ണം ഇന്ന് 10 ലക്ഷത്തിലധികം വരും. ഈ വളർച്ച മിൽമയുടെ കർഷകാനുകൂല നിലപാടുകളുടെ തെളിവാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കനുസരിച്ച് മിൽമയ്ക്ക് 3 മേഖലാ യൂണിയനുകളുണ്ട്. തിരുവനന്തപുരം റീജിയണൽ കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, എറണാകുളം റീജിയണൽ കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, മലബാർ റീജിയണൽ കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. ഈ 3 യൂണിയനുകളാണ് അതത് മേഖലകളിലെ പാൽ സംഭരണവും വിപണനവും ഏകോപിപ്പിക്കുന്നത്. ഈ യൂണിയനുകൾക്ക് കീഴിൽ ആയിരക്കണക്കിന് പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. മിൽമയെ ഒരു സാധാരണ കച്ചവട സ്ഥാപനമായി കാണാൻ കഴിയില്ല. അതിനൊരു വലിയ സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കർഷകർക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുക, അവർക്ക് നല്ല വില നൽകുക, കാലിത്തീറ്റ സബ്സിഡിയിൽ നൽകുക, കന്നുകാലികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക, കർഷകർക്ക് തന്നെ ഇൻഷുറൻസ് പദ്ധതികൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ മിൽമ ചെയ്യുന്നുണ്ട്. ഗോരക്ഷ പോളിസി പോലുള്ള പദ്ധതികൾ വഴി പശുവിന് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു. അതുപോലെ കർഷകരുടെ ക്ഷേമത്തിനായി ആവിഷ്കരിച്ച അപകട സുരക്ഷാ പോളിസി വഴി ഇൻഷുറൻസ് ലഭിക്കും. ഈ പദ്ധതികളെല്ലാം ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങൾക്ക് വലിയൊരു താങ്ങാണ്. കേരള ഡയറി ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് രൂപീകരിച്ചതും ഈ സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു ബോർഡ് ആദ്യമായി രൂപീകരിച്ചത് കേരളത്തിലാണ്. ഒരു സഹകരണ പ്രസ്ഥാനമെന്ന നിലയിൽ മിൽമ അതിന്റെ പ്രവർത്തന പാതയിൽ പലതരം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വെല്ലുവിളികൾ പലപ്പോഴും മിൽമയുടെ നിലനിൽപ്പിനും കർഷകരുടെ ഭാവിക്കും ഭീഷണിയാകുന്നു. മിൽമ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാൽ ഉൽപ്പന്നങ്ങളുടെ കടന്നുകയറ്റമാണ്. പ്രത്യേകിച്ചും കർണാടകയിലെ പ്രമുഖ പാൽ ബ്രാൻഡായ നന്ദിനിയുമായി ബന്ധപ്പെട്ട വിവാദം. മിൽമയുടെ വിപണിയിലേക്ക് നന്ദിനി നേരിട്ട് കടന്നുവരാൻ ശ്രമിച്ചപ്പോൾ അത് വലിയ തർക്കങ്ങൾക്ക് വഴിയൊരുക്കി. ഒരു സഹകരണ പ്രസ്ഥാനം മറ്റൊരു സഹകരണ പ്രസ്ഥാനത്തിന്റെ വിപണിയിൽ നേരിട്ട് ഇടപെടുന്നത് സഹകരണ തത്വങ്ങൾക്ക് എതിരാണെന്ന് മിൽമ ചൂണ്ടിക്കാട്ടി. കർണാടക സർക്കാർ നന്ദിനി പാലിന് കർഷകർക്ക് സബ്സിഡി നൽകുന്നതിനാൽ അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് പാൽ വിൽക്കാൻ കഴിയും. ഇത് കേരളത്തിലെ മിൽമയുടെ കർഷകരെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മിൽമ ചെയർമാൻ KS മണി അടക്കമുള്ളവർ ആരോപിച്ചു. കേരളത്തിലെ ക്ഷീര കർഷകരെ സംരക്ഷിക്കുന്നതിന് ഈ വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മിൽമ വ്യക്തമാക്കി. ഒടുവിൽ ഈ വിഷയത്തിൽ കേരളത്തിലെ ജനങ്ങൾ മിൽമയോടൊപ്പം ഉറച്ചു നിന്നത് മിൽമയ്ക്ക് വലിയ പിന്തുണ നൽകി. കാലിത്തീറ്റയുടെ വില, വൈദ്യുത ചാർജ്, തൊഴിലാളികളുടെ കൂലി എന്നിവ വർദ്ധിക്കുമ്പോൾ കർഷകർക്ക് പാലുൽപാദന ചെലവ് കൂടുന്നു. ഇത് കർഷകർക്ക് ന്യായമായ വില നൽകാൻ മിൽമയ്ക്ക് വില വർദ്ധിപ്പിക്കേണ്ടി വരുന്നു.
എന്നാൽ പാൽ വില വർദ്ധിപ്പിക്കുമ്പോൾ അത് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് അധിക ഭാരമാകുന്നു. മിൽമ വില വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം സമൂഹത്തിൽ നിന്നും സർക്കാരിൽ നിന്നും വലിയ സമ്മർദ്ദം ഉണ്ടാകാറുണ്ട്. അടുത്ത കാലത്ത് പാൽ വില ലിറ്ററിന് 10 രൂപയെങ്കിലും കൂട്ടണമെന്ന് എറണാകുളം മേഖലാ യൂണിയൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മലബാർ യൂണിയൻ ഇതിനെ എതിർത്തു. ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ മിൽമയ്ക്ക് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കേണ്ടി വന്നു. കാരണം ഒരു വശത്ത് കർഷകരെ സംരക്ഷിക്കുമ്പോൾ മറുവശത്ത് ഉപഭോക്താക്കളെയും പരിഗണിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിലെ തർക്കങ്ങൾ മിൽമയുടെ ഭരണസമിതി യോഗങ്ങളിലും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. മിൽമയുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പലപ്പോഴും ചില സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. മിൽമയുടെ പാലിൽ നിന്ന് വെണ്ണ നീക്കം ചെയ്ത് വിതരണം ചെയ്യുന്നു എന്ന ആരോപണം മുമ്പ് ഉയർന്നു വന്നിരുന്നു. പാൽ പാക്കറ്റുകളിൽ കാണുന്ന കൊഴുപ്പിന്റെയും മറ്റ് ഘടകങ്ങളുടെയും അളവുകൾ സംബന്ധിച്ചാണ് ഇത്തരം വിവാദങ്ങൾ ഉടലെടുക്കുന്നത്. എന്നാൽ മിൽമയുടെ പാൽ ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് മിൽമ അധികൃതർ വ്യക്തമാക്കുന്നു. ഓരോ തരം പാലിനും നിശ്ചിത അളവിൽ കൊഴുപ്പും മറ്റ് ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നും അത് പാക്കറ്റിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മിൽമ പറയുന്നു. എങ്കിലും ഇത്തരം ആരോപണങ്ങൾ ഉപഭോക്താക്കളുടെ മനസ്സിൽ ഒരുതരം ആശങ്ക സൃഷ്ടിക്കാൻ കാരണമാകുന്നു. മിൽമ പാലിന്റെ ഉൽപാദനം വർദ്ധിക്കുന്ന സമയങ്ങളിൽ മിച്ചം വരുന്ന പാൽ പാൽപ്പൊടിയായി മാറ്റാറുണ്ട്. അതേസമയം വേനൽക്കാലത്ത് പാലിന്റെ ഉൽപാദനം കുറയുമ്പോൾ പാൽപ്പൊടി ഉപയോഗിച്ച് പാലിലെ ഖരപദാർത്ഥങ്ങളുടെ അളവ് നിലനിർത്തുന്നു. ഇത് മിൽമ അധികൃതർ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ്. മറ്റൊരു പ്രധാന കാര്യം, കേരളത്തിലെ പശുക്കളിൽ നിന്ന് ലഭിക്കുന്ന പാലിന് SNF സോളിഡ് നോട്ട് ഫാറ്റ് അളവ് കുറവാണെന്ന് മിൽമ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള നിലവാരം ഉറപ്പാക്കാൻ സ്കിംഡ് പാൽപ്പൊടി ചേർക്കുന്നത് ആവശ്യമാണെന്നും മിൽമ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പാൽപ്പൊടി ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ മിൽമയ്ക്കുണ്ട്. മലപ്പുറം ജില്ലയിലെ മൂർക്കനാട്ടിൽ മിൽമയുടെ ഒരു പാൽപ്പൊടി ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട്. മിൽമ ഒരു സഹകരണ പ്രസ്ഥാനമാണെങ്കിലും അതിന്റെ ഭരണസമിതികളിലും പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാറുണ്ടെന്ന് ചില ക്ഷീര കർഷകർ പരാതി ഉന്നയിക്കുന്നു. കർഷകരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ വേണ്ടത്ര പരിഗണിക്കപ്പെടുന്നില്ലെന്നും പലപ്പോഴും രാഷ്ട്രീയ താൽപ്പര്യങ്ങളാണ് തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. കർഷകരുടെ സംഭാവനകൾ വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്നില്ലെന്നും മിൽമയുടെ ഭരണസമിതികളിൽ നിന്ന് യഥാർത്ഥ കർഷകരെ മാറ്റി നിർത്തി പകരം രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റുന്നു എന്നും മുതിർന്ന കർഷകർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണെന്ന വാദം ശക്തമാണ്. കോവിഡ് പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ മിൽമ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. ഹോട്ടലുകളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും സ്കൂളുകളും അടഞ്ഞു കിടന്നപ്പോൾ പാലിന്റെ വിപണനം കുറയുകയും മിച്ചം വന്ന പാൽ സംഭരിക്കാൻ മിൽമയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്തു. തമിഴ്നാട് പോലുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാൽ കുറഞ്ഞ വിലയ്ക്ക് സ്വകാര്യ കച്ചവടക്കാർ വാങ്ങി കേരളത്തിൽ വിൽക്കുന്നതും മിൽമയ്ക്ക് വെല്ലുവിളിയാണ്. കൂടാതെ കാലിത്തീറ്റയ്ക്ക് വില കൂടിയതും സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ കർഷകർക്ക് യഥാസമയം ലഭിക്കാത്തതും മിൽമയുടെ പ്രവർത്തനങ്ങളെ പരോക്ഷമായി ബാധിക്കുന്നു. മിൽമയുടെ ഏറ്റവും പുതിയ സാമ്പത്തിക വിവരങ്ങൾ പ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തിൽ വലിയ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഈ വർഷം മിൽമയുടെ മൊത്തം വിറ്റുവരവ് 4327 കോടി രൂപയിലെത്തി. പാൽ, മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയിൽ ഉണ്ടായ വർധനവാണ് ഈ നേട്ടത്തിന് പ്രധാന കാരണം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കർഷകർക്ക് 225.57 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകി. ഇത് മുൻ വർഷത്തേക്കാൾ 79.29% വർധനവാണ്. തിരുവനന്തപുരം റീജിയണൽ കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ മാത്രം 39.07 കോടി രൂപയുടെ റെക്കോർഡ് ലാഭം നേടി. ഇത് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ലാഭമാണ്. ഈ ലാഭത്തിൽ നിന്ന് 35.08 കോടി രൂപ കർഷകർക്ക് അധിക വില ആനുകൂല്യമായി നൽകി. കൂടാതെ 3.06 കോടി രൂപ കാലിത്തീറ്റ സബ്സിഡിയായും നൽകി. മിൽമയുടെ പ്രാഥമിക ലക്ഷ്യം കർഷകരുടെ ക്ഷേമവും ഉപഭോക്താക്കളുടെ സംതൃപ്തിയും ഉറപ്പാക്കുക എന്നതാണ്. അതുകൊണ്ടാണ് വരുമാനത്തിന്റെ വലിയൊരു പങ്ക് കർഷകരിലേക്ക് തന്നെ എത്തുന്നത്. ഈ വെല്ലുവിളികളെല്ലാം ഉണ്ടായിട്ടും മിൽമ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാവി വളർച്ചയ്ക്ക് വേണ്ടി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 2023 മിൽമ അതിന്റെ ബ്രാൻഡിനും പാക്കേജിങ്ങിനും ഒരു പുതിയ മുഖം നൽകാൻ തീരുമാനിച്ചു. യുവതലമുറയെ ആകർഷിക്കുന്ന തരത്തിൽ എന്നാൽ പരമ്പരാഗത മൂല്യങ്ങൾ കൈവിടാതെ ഒരു പുതിയ ലോഗോയും പാക്കേജിങ്ങും രൂപകൽപ്പന ചെയ്തു. കർഷകനും ഉപഭോക്താവും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്ന നന്മ എന്ന ആശയം പുതിയ ലോഗോയുടെയും പാക്കേജിങ്ങിന്റെയും ഭാഗമായി നിലനിർത്തി. ഈ ബ്രാൻഡ് നവീകരണത്തിലൂടെ മിൽമ അതിന്റെ വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് യുവതലമുറയിലേക്ക് കൂടുതൽ ശക്തമായി കടന്നു വരാൻ ശ്രമിക്കുന്നു. പാലിന് പുറമെ നെയ്യ്, വെണ്ണ, തൈര്, ഐസ്ക്രീം, മോര്, പനീർ, പേട, മധുരപലഹാരങ്ങൾ, ചോക്ലേറ്റ്, ഡയറി വൈറ്റ്നർ, റസ്ക്, ബ്രെഡ് തുടങ്ങിയ ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ മിൽമ വിപണിയിൽ എത്തിക്കുന്നു.
ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മിൽമ ലക്ഷ്യമിടുന്നു. സമീപകാലത്ത് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ സ്വിഗ്ഗി പോലുള്ളവയിലൂടെയും ലഭ്യമാക്കി തുടങ്ങി. ഇത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നു. 2030 വിറ്റുവരവ് 10,000 കോടിയാക്കി ഉയർത്താനാണ് മിൽമ ലക്ഷ്യമിടുന്നത്. മിൽമയുടെ മറ്റൊരു പ്രധാന ലക്ഷ്യം ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്നതാണ്. ഇതിനായി ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പാൽ സംസ്കരിക്കുന്ന നിരവധി പ്ലാന്റുകൾ മിൽമയ്ക്കുണ്ട്. കൂടാതെ പാലിന്റെയും മറ്റ് ഉൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി തിരുവനന്തപുരത്ത് ഒരു അത്യാധുനിക ലാബും മിൽമ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ലാബിന് NABLന്റെ അംഗീകാരവുമുണ്ട്. അതുകൊണ്ട് തന്നെ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ തികച്ചും സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമാണ്. കേരളത്തിന്റെ അഭിമാനമായ മിൽമ സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡയറിയായി. എറണാകുളം മിൽമയുടെ തൃപ്പൂണിത്തുറയിലെ പ്ലാന്റിലാണ് ഈ നേട്ടം കൈവരിച്ചത്. 2 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി 16 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഡയറി കോമ്പൗണ്ടിലെ കുളത്തിൽ സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് സോളാർ പാനലുകളും കാർപോർച്ച് മാതൃകയിലും ഗ്രൗണ്ടിലുമായി സ്ഥാപിച്ച പാനലുകളുമാണ് ഈ പദ്ധതിയുടെ പ്രധാന ഭാഗങ്ങൾ. ഇതിലൂടെ പ്രതിവർഷം 2.9 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും 1.94 കോടി രൂപ ലാഭിക്കാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2400 മെട്രിക് ടൺ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നത് കുറയ്ക്കാൻ ഈ പദ്ധതി സഹായിക്കും. മിൽമ എന്നത് വെറും ഒരു വ്യാപാര സ്ഥാപനം മാത്രമല്ല, അത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ കരുത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമാണ്. ഈ പ്രസ്ഥാനം നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചാണ് മുന്നോട്ടു പോകുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സരവും വിലവർധനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും മിൽമയുടെ പാതയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകാൻ മിൽമയ്ക്ക് കഴിയുന്നത് അതിന്റെ സഹകരണ തത്വങ്ങളിലും ലക്ഷക്കണക്കിന് കർഷകരുടെ അധ്വാനത്തിലുമുള്ള വിശ്വാസം കൊണ്ടാണ്. ഒരു കർഷകൻ രാവിലെ തന്റെ പശുവിൽ നിന്ന് കറന്നെടുക്കുന്ന പാൽ പിറ്റേന്ന് രാവിലെ നമ്മുടെ വീട്ടുപടിക്കൽ എത്തുന്നത് മിൽമയുടെ കാര്യക്ഷമമായ സംവിധാനം കൊണ്ടാണ്. ഈ യാത്രയിൽ ആ കർഷകന് അവന്റെ അധ്വാനത്തിന് നല്ല വില ലഭിക്കുന്നു. നമുക്ക് ശുദ്ധമായ പാൽ ലഭിക്കുന്നു. അങ്ങനെ മിൽമ ഒരു വിജയഗാഥയായി തുടരുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.